എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നായിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ദിവസം മുൻപ് എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അടുക്കളയിൽ മിക്സി ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ മൂടി തെറിച്ചു പോവുകയും എൻ്റെ കൈയിൻ്റെ വിരൽ ആ ഒരു ബ്ലേഡിൽ തട്ടിയിട്ട് മുറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇടത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൻ്റെ അറ്റം നഖം ഉൾപ്പെടെ ചെരിഞ്ഞിട്ട് കട്ടായി പോയി. അപ്പോൾ ഇപ്പോൾ എൻ്റെ വിരൽ ആ ഒരു ഭാഗം കെട്ടിവെച്ചിരിക്കുകയാണ്. സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട് കുറച്ച് ആഴ്ചകളായി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും അടുക്കളയിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നവരാണ്, തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണിത്. അപ്പോൾ എൻ്റെ ഈ ഒരു അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ നാളികേരം അരച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. നാളികേരം കുറച്ച് അളവ് കൂടുതലായിരുന്നു. ഞാനൊരു ചെറിയ ജാറിലാണ് നാളികേരം ഇട്ടത്. പക്ഷേ നാളികേരം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂടി ഒന്ന് പൊങ്ങിപ്പോവുകയും ഞാനത് ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിക്കുകയും ചെയ്തപ്പോൾ മൂടി തെറിച്ചു പോവുകയും എൻ്റെ കൈ ആ ഒരു ബ്ലേഡിൽ കൊണ്ടിട്ട് മുറിയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ഇതുപോലൊരു വലിയ അപകടമാണ് സംഭവിച്ചത്. പലപ്പോഴും നമ്മൾ അരയ്ക്കുമ്പോൾ ഇതുപോലെ മൂടിയൊക്കെ പൊങ്ങിപ്പോകുമ്പോൾ നമ്മളത് പ്രസ് ചെയ്ത് പിടിച്ച് വീണ്ടും അടിക്കാറാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായത്, നമ്മൾ ഒരിക്കലും അങ്ങനെ മൂടി പൊങ്ങിപ്പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ മിക്സിയിൽ ഒരുപാട് സാധനങ്ങൾ നിറച്ചിട്ടിട്ട് അടിക്കുന്ന അവസ്ഥയോ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മൾ അപ്പോൾ തന്നെ മിക്സിയുടെ സ്വിച്ച് ഓഫ് ചെയ്യാണ് ചെയ്യേണ്ടത്. എൻ്റെ കാര്യത്തിൽ ആ ഒരു നാളികേരവും വെള്ളവും കൂടി എല്ലാം കൂടി ആയപ്പോൾ ലോഡ് പ്രഷർ കൂടിയിട്ട് ആ മൂടി തെറിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളാരായാലും മിക്സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ മൂടിയൊക്കെ തെറിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സി ഓഫ് ചെയ്തിട്ട് അതിൽ കൊള്ളാവുന്ന വിധത്തിൽ മാത്രം സാധനങ്ങൾ ഇട്ടിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒത്തിരി തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരെ ശ്രദ്ധിക്കാറില്ല. എൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാനും കുറച്ച് തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യാറ്. പക്ഷേ എൻ്റെ ഒരു കുറച്ച് സമയത്തൊരു അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാർ കാണിച്ചു തരാം. ഞാനൊരു സുജാതയുടെ മിക്സിയുടെ ചെറിയ ജാറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ജാറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാറിൻ്റെ വലിപ്പം വളരെ കുറവാണ്. അതുമല്ല, ഇതിൻ്റെ ബ്ലേഡ് 4 ബ്ലേഡുള്ളത് 2 മുകളിലേക്ക് ഇതുപോലെ അതിൻ്റെ ടോപ്പ് വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ സാധനങ്ങളൊക്കെ നിറച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, പൊങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലേഡ് നമ്മുടെ കയ്യിൽ കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സുജാതയുടെ മിക്സിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഈ ഒരു ചെറിയ ജാറിന് ഉയരം വളരെ കുറവാണ്, എന്നാലും നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ജാറാണിത്. കുറഞ്ഞ അളവിലായാലും നമുക്ക് ഈ ഒരു ചെറിയ ജാറിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു ജാറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൂടിക്ക് ക്ലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൂടുതലായിട്ട് സാധനങ്ങളിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിന് 3 ജാറുണ്ട്. രണ്ടാമത്തെ ജാറാണിത്. അപ്പോൾ ഈ ഒരു ജാറിൽ നമ്മൾ ഈ പറയുന്ന പോലെ പ്രശ്നം വരുന്നില്ല. കാരണം ഈ ഒരു ജാറിൻ്റെ ബ്ലേഡൊക്കെ വളരെ താഴെയാണ് നിൽക്കുന്നത്. മൂടി തെറിച്ച് പോയാലും കാര്യമായിട്ട് അപകടങ്ങളൊന്നും സംഭവിക്കാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ഞാൻ സുജാതയുടെ മിക്സിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു മിക്സിയുടെ ജാറ് മാത്രമല്ല, വേറെ നമ്മൾ മിക്സിയുടെ ജാറും ഉപയോഗിക്കുന്നവർക്കും ഇതുപോലെ അപകടങ്ങൾ സംഭവിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മൂടിക്ക് ക്ലിപ്പൊന്നും ഇല്ലാതെ നമ്മൾ അടച്ചു പിടിച്ച് ഈ ചെറിയ ജാറ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവിച്ച അപകടം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വിരൽ മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്തും അവിടെയുള്ള നഴ്സൊക്കെ പറഞ്ഞത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ വരാറുണ്ടെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുന്നത്. എൻ്റെ ഒരു വിരലിൻ്റെ അറ്റാണ് മുറിഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ 2-3 വിരലുകളൊക്കെ ഇതുപോലെ മുറിഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ഇത്രയും വേദന സഹിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ആ ഒരു വിരലിൻ്റെ തുമ്പ് എല്ലുകൂടി കുറച്ച് കട്ടായ കാരണം ഒരുപാട് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചൂണ്ടുവിരലിൻ്റെ നഖത്തിൻ്റെ 1/4 ഭാഗത്തോളം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് എല്ലുകൂടി കട്ടായിപ്പോയി. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സ്റ്റിച്ച് ഇടാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു.
അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എല്ലാം ഒന്ന് കട്ടാക്കി സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ഇട്ടിട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. സ്റ്റിച്ചൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും കെട്ടി വെച്ചിരിക്കുക തന്നെയാണ്. അപ്പോൾ കൈവിരൽ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് വീട്ടിലെ ജോലികളൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ വീഡിയോസിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇനി എന്ന് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വിരലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ വീഡിയോസൊന്നും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ സൗദി അറേബ്യയിലെ അൽക്കോബാർ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഹസ്ബൻഡാണ് കംപ്ലീറ്റ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എനിക്കൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്കറിയാം, നമ്മൾ നാട്ടിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന പോലെയല്ല, പുറത്തൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഒക്കെ ജോലി ചെയ്യുമ്പോൾ മിക്സി മാത്രമല്ല, കത്തിയായാലും അതുപോലെ തന്നെ തീയായാലും ഒക്കെ സൂക്ഷിച്ച് വേണം നമ്മൾ കെയർ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഒക്കെ നിറച്ചിട്ടിട്ട് നമ്മളത് അടിക്കാതിരിക്കുക. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പൾസ് മോഡിലിട്ടിട്ട് 1-2 പ്രാവശ്യം അടിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ സ്വിച്ച് ഫുള്ളായിട്ട് ഓണാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെറിയ ജാർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഹൈ സ്പീഡിലിട്ടിട്ടൊന്നും നമ്മൾ മിക്സി അടിക്കരുത്, ലോ സ്പീഡിലിട്ടിട്ട് വേണം നമ്മളിത് അടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലിപ്പൊന്നും ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറിൻ്റെ മൂടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം മിക്സിയുടെ ജാറ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണ്. രാവിലെ ആയാലും പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കിൽ നമ്മൾ പെട്ടെന്ന് ജോലി തീരാൻ വേണ്ടിയിട്ട് കുറേ അധികം സാധനങ്ങൾ മിക്സിയിലിട്ട് അടിച്ചൊക്കെ എപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളതാണ്. മൂടി തെറിച്ച് പോവുകയും അതിലുള്ള അരച്ച സാധനങ്ങൾ തെറിച്ച് പോവുകയൊക്കെ. അപ്പോൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് എനിക്ക് ഈ സംഭവിച്ച കാര്യം വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കുക്കിംഗ് ആയാലും വീഡിയോസൊക്കെ ആയാലും ഞാൻ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഒരുപാട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയമെടുത്താലും നമ്മൾ ഈ ചാനലിൽ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയുള്ള വീഡിയോസും നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൈയിൻ്റെ വിരലിൻ്റെ തുമ്പെന്നൊക്കെ പറയുമ്പോൾ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ റിക്കവർ ആവാനായിട്ട് കുറച്ച് നാൾ തന്നെ എടുക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിക്കവറായിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും കാണാം.